നമസ്കാരം. മറുപടികൾ അർഹിക്കാത്ത കെ സുധാകരൻ. കെ സുധാകരൻ്റെ ആരോപണങ്ങളൊന്നും മറുപടി അർഹിക്കാത്തവയാണെന്ന് LDF കൺവീനർ EP ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആഴമുള്ള വെള്ളത്തിൽ ഓളമില്ല എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ സുധാകരൻ്റെ അവസ്ഥ. ശരിക്കും ഓർമ്മക്കുറവുള്ള മനുഷ്യന്മാരെ പോലെയാണ് കെ സുധാകരൻ സംസാരിക്കുന്നത്. രാവിലെ കഴിക്കാറുള്ള മരുന്നൊക്കെ കൃത്യമായി തന്നെയാണോ സുധാകരൻ കഴിക്കുന്നതെന്ന് ആർക്കറിയാം. സുധാകരൻ്റെ ഇപ്പോഴത്തെ ആരോപണം EP ജയരാജൻ BJPയിലേക്ക് ചേക്കേറുമെന്നാണ്. അതിനേക്കാളും രസം, ഏത് നിമിഷം വേണമെങ്കിലും BJPയിലേക്ക് മറുകണ്ഠം ചാടുമോ എന്ന് ശങ്കിച്ചു നിൽക്കുന്ന മനുഷ്യനാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. BJP നേതാക്കളുമായി ദുബായിൽ ചർച്ച നടത്തിയെന്ന ആരോപണമാണ് കെ സുധാകരൻ EP ജയരാജനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ EP ജയരാജൻ ദുബായിലൊക്കെ പോയിട്ട് വർഷങ്ങളായെന്നും കെ സുധാകരൻ ശുദ്ധ അബദ്ധങ്ങളാണ് വിളിച്ചു കൂവുന്നതെന്നും രൂക്ഷമായ ഭാഷയിൽ തന്നെ EP ജയരാജൻ കെ സുധാകരനെ വിമർശിച്ചു. പിന്നെ ഒരു സ്ത്രീ കഴിയുന്ന മുറിയിൽ പോയി ചർച്ച നടത്തിയെന്നൊക്കെ പറയാൻ സുധാകരന് അപാര തൊലിക്കെട്ടിയാണെന്നും EP ജയരാജൻ പറഞ്ഞു. RSS BJP സംഘം 3 തവണയാണ് EP ജയരാജനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത്. കെ സുധാകരനും ഒരിക്കൽ തോക്കുമായി 2 RSSകാരെ തൻ്റെ അടുത്തേക്ക് കൊല്ലാൻ അയച്ചിരുന്നുവെന്നും EP ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരമൊരു മൂന്നാംകിട പാർട്ടിയിലേക്ക് പോകേണ്ട ഗതികേട് തനിക്കില്ലെന്നാണ് EP ജയരാജൻ പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗം BJPയിലേക്ക് പോകുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ വെളിപ്പെടുത്തിയിരുന്നു. ശരിക്കും അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ സുധാകരൻ ഉൾപ്പെടെയുള്ളവരെ കുറിച്ചാണ്. ഇത് കോൺഗ്രസ് നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഇപ്പോൾ തന്നെ പലരും കോൺഗ്രസിൽ നിന്നും കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ആരൊക്കെ പോകുമെന്നും കണ്ടറിയാം. പണ്ട് RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്നും BJPയിലേക്ക് പോകുമെന്നൊക്കെ സുധാകരൻ പരസ്യമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അനിൽ ആന്റണി പോയതുപോലെ BJPയിൽ ചേരാനായി ചെന്നൈ വരെ എത്തിയ ആളാണ് സുധാകരൻ. പിന്നീട് അദ്ദേഹം അമിത്ഷായെ കാണാമെന്നുള്ള തീരുമാനവും എടുത്തിരുന്നു. എന്നാൽ ഇത് കോൺഗ്രസ് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചെന്നൈയിൽ നിന്ന് തന്നെ പൊക്കിയെടുത്ത് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ശരിക്കും രാഷ്ട്രീയത്തിന്റെ മാന്യത ഇത്തരത്തിൽ ചിലർ മലിനമാക്കുന്നത് തിരിച്ചറിഞ്ഞ് വേണം ജനം വോട്ട് ചെയ്യാൻ. എന്തായാലും സുധാകരനുള്ള പണി വണ്ടി പിടിച്ച് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതൊക്കെ ഓർമ്മക്കുറവുള്ള സാധുവായ സുധാകരൻ സാർ അറിയുന്നുണ്ടോ എന്തോ.